മുതലാളി അവള് പഠിച്ചുകൊണ്ടിരിക്കുക. കൊച്ചു കൊച്ച് +2 പഠിക്കുന്നേ ഉള്ളൂ. അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഔതക്കുട്ടി പറഞ്ഞു, 18 വയസ്സായില്ലേ, അപ്പോൾ കല്യാണം കഴിക്കാം. അയാൾ ഗൗരവത്തോടെ പറഞ്ഞ നിമിഷം മകന്റെ മുഖത്തേക്ക് തന്നെ ഔതക്കുട്ടി ഒന്ന് നോക്കി. അവൻ എന്താണ് പറയുന്നതെന്നറിയാൻ എന്നതുപോലെ. കല്യാണം കഴിഞ്ഞതൊക്കെ നിങ്ങൾ മാറ്റി പറയില്ലെന്ന് ആര് കണ്ടു? കല്യാണം കഴിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പോകാവൂ എന്ന് തന്നെ നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ വാക്കു മാറ്റിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആൻഡ്രൂസ് ചോദിച്ചതും അയാൾ അവനെ തന്നെ ഒന്ന് നോക്കി. ഞാൻ വാക്കു മാറ്റില്ല, അത് ഔതക്കുട്ടിക്ക് അറിയാം. ഗൗരവത്തോടെയായിരുന്നു ആൽബ്രട്ടിന്റെ വാക്കുകൾ. എങ്കിലും നിങ്ങളുടെ മാളികയിലെ സ്വത്തും പണവും ഒന്ന് വച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കണക്കാവുന്നില്ലല്ലോ മുതലാളി. ഷർട്ടിന്റെ മുകളിലെ കോളർ ഒന്ന് പുറകിലേക്ക് വലിച്ച് ആൻഡ്രൂസ് സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു തുക പറയാം, മുതലാളി സമ്മതിക്ക്. ഒന്നുമല്ലെങ്കിലും ഇത്രയും സ്വത്തും പണവും ഒക്കെ ഉപേക്ഷിച്ച് വേറെ ഒരുത്തന്റെ മുൻപിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നതല്ലേ അവള്? ആൻഡ്രൂസ് ചോദിച്ചപ്പോൾ അവളുടെ മിഴികൾ പെയ്തു തുടങ്ങിയിരുന്നു. തൻ്റെ ജീവിതം തുലാസിലാവുകയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തൻ്റെ പ്രണയത്തെ കാശി പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചവർ വിൽക്കാൻ തുടങ്ങുകയാണ്. അവൾക്ക് ആ നിമിഷം ആദമിനെ കാണാൻ തോന്നി. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് കരയാൻ തോന്നി. ഈ ലോകത്തിൽ അവനല്ലാതെ മറ്റാരും തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ലെന്ന് വിളിച്ചു പറയാൻ തോന്നി. ഒരു 10 ലക്ഷം രൂപ പിന്നെ പറഞ്ഞതുപോലെ വീടും സ്ഥലവും അവളുടെ കല്യാണവും നടത്തി തന്നാൽ മതി. ആൻഡ്രൂസ് പറഞ്ഞതും അലക്സാണ്ടറിന്റെ മുഖം വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെയും ഭയത്തോടെയും ഔതക്കുട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. അലക്സാണ്ടർ തിരിഞ്ഞ് ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഇത്രയും കാലം നീ എൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. നിന്റെ മോനോട് പറ, എന്നെ വിലക്കെടുക്കാൻ നിൽക്കരുതെന്ന. ദേഷ്യത്തോടെ ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അലക്സാണ്ടർ പറഞ്ഞതും ഔതക്കുട്ടി ഒന്ന് കൂർപ്പിച്ചു നോക്കി ആൻഡ്രൂസിനെ. ഡാ, നീ നിർത്തുന്നുണ്ടോ? ഔതക്കുട്ടി പറഞ്ഞു. അപ്പച്ചൻ മിണ്ടാതിരിക്കെ, ന്യായമായ ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? ആത്മാർത്ഥ പ്രണയം എൻ്റെ കൊച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലേ? ഇക്കാര്യത്തിൽ എനിക്കൊരു വിലപേശലിൻ്റെ താല്പര്യമില്ല. നിങ്ങൾ പറയുന്നത് എന്തും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. 10 എങ്കിൽ 10 ലക്ഷം രൂപ ഞാൻ തരും. പോരെ? പോരാ, 5 ലക്ഷം രൂപ കല്യാണത്തിന് മുൻപ് തന്നെ തരണം. ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. നിർത്താൻ തയ്യാറാവാത്തതുപോലെ വീണ്ടും അവൻ പറഞ്ഞപ്പോൾ ഔതക്കുട്ടി അല്പം ഗൗരവത്തിൽ തന്നെ അവനെ ഒന്ന് നോക്കിപ്പോയിരുന്നു. നാളെ തന്നെ തരാം, പക്ഷെ എത്രയും പെട്ടെന്ന് കല്യാണം നടന്നിരിക്കണം. പൈസയും വാങ്ങിച്ചെന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്കറിയില്ലെങ്കിലും എന്നെ നിന്റെ തന്തയ്ക്ക് നന്നായി അറിയാം. ഔതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അലക്സാണ്ടർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ നിമിഷം ഔതക്കുട്ടി അമ്പരന്ന് പോയിരുന്നു. മുതലാളി പറഞ്ഞത് വാക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരെ നടത്താൻ ഞാൻ തന്നെ നേരിട്ടിറങ്ങാം. പഠിത്തം ഒരു പ്രശ്നമല്ല. 2-3 മാസം കൂടിയുള്ളൂ അവളുടെ പരീക്ഷ കഴിയാൻ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ് പരീക്ഷ എഴുതിപ്പിച്ചാൽ പോരെ? അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തും. മുതലാളി സമാധാനത്തോട് ചെല്ല അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അയാൾക്കൊരൽപ്പം ആശ്വാസമായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇടഞ്ഞു നിന്നത് അവനാണ്. അവൻ പെങ്ങളുടെ ആഗ്രഹം നടത്താൻ മുന്നിട്ടിറങ്ങുമോ എന്നാണ് ഭയന്നത് മുഴുവൻ. പക്ഷെ അവൻ തൻ്റെ അനുകൂലമായപ്പോൾ പകുതി ആശ്വാസം പോലെ. ഇനി ഭയക്കേണ്ടത് ആദമിനെയാണ്. ഇനി ആദവും സാറയും ഒരു വിധത്തിലും കാണാൻ പാടില്ല, അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു കാര്യം കൂടി, കല്യാണം കഴിയുന്നത് വരെ അവൾ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. എൻ്റെ മകനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് അപകടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ആൻഡ്രൂസിനോടും ഔതക്കുട്ടിയോടുമായി അലക്സാണ്ടർ പറഞ്ഞു. ഔതക്കുട്ടി ഭയത്തോടെ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. മനസ്സിൽ അപ്പോഴേക്കും പല കണക്കുകൂട്ടലുകളും നടത്തിയിരുന്നു. പുറത്തേക്ക് അലക്സാണ്ടർ പോയതും ശോഷന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആൻഡ്രൂസിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്നാത്തിനാ കല്യാണത്തിന് സമ്മതമാണെന്നൊക്കെ പറഞ്ഞത്? അവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചല്ലേ? എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാനെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പരീക്ഷ പോലും ഇല്ലാതെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞത്. അവളെ എങ്ങനെയെങ്കിലും നേഴ്സിങ്ങിന് കയറ്റി വിട്ടാലല്ലേ നമ്മുടെ കുടുംബം രക്ഷപ്പെടൂ. ചാച്ചിന്റെ പെങ്ങടെ കൊച്ചു ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പോയിട്ട് ഇപ്പോൾ സൗദിയിലല്ലയോ? പഠിച്ചിറങ്ങിയാൽ അവൾ ഇവളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാ. പിന്നെ എന്നാത്തിനാടാ നീ ഇത് സമ്മതിച്ചത്? ശോഷന ചോദിച്ചു. അവൾ ഒരു നേഴ്സ് ആയില്ലെങ്കിലും
എങ്ങും പോകാതെ തന്നെ കുടുംബം രക്ഷിച്ചില്ലേ, പഠിക്കാനൊന്നും വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പറഞ്ഞുകൊണ്ട് ആൻഡ്രീസ് കസേരയിലേക്കിരുന്നു. അവളിപ്പോൾ നേഴ്സിങ്ങിനൊക്കെ പോയിട്ട് ഏത് കാലത്താണ് അമ്മച്ചി നമ്മളെ രക്ഷപ്പെടാൻ പോകുന്നത്? ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീട് വയ്ക്കുവാനുള്ള പൈസയും എന്തെങ്കിലും ഒരു വരുമാന മാർഗത്തിനുള്ള 10 ലക്ഷം രൂപയും അവൾ ഉണ്ടാക്കി തന്നില്ലേ? ആ നന്ദി എല്ലാവരും അവളോട് കാണിക്കണം. പിന്നെ കല്യാണക്കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ തന്നെ ആലോചിച്ചോളാം. പിന്നെ ഈ കല്യാണം കഴിയുന്നത് വരെ അവൾ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇനി അവനെ കാണാനും പാടില്ല, ആൻഡ്രൂസ് പറഞ്ഞു. എന്നാലും ഇത് വേണ്ടായിരുന്നു. അവളുടെ ജീവിതം വച്ചുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം. ഔദക്കുട്ടിക്ക് എന്തോ മകളെ വെച്ച് വിലപേശിയത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചാച്ച, ഇപ്പൊ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. അവൾ ജീവനോടിരിക്കുന്നതാണ് ചാച്ചന് ഇഷ്ടമെങ്കിൽ അതിനപ്പുറം മറ്റൊന്നും വിചാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെങ്കിലും ഈ കല്യാണം നടത്താൻ അയാളെ സമ്മതിക്കില്ല. അതിലും നല്ലത് ബുദ്ധിപൂർവമായിട്ട് അയാൾ തരുന്നത് എന്താണെന്ന് വെച്ചാൽ അതും മേടിച്ച് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. പിന്നെ കുറച്ചു കാലം അവൻ കൊണ്ടു നടന്നതല്ലേ, അതിനുള്ള കൂലിയായിട്ട് അവർ തരുന്നതാണെന്ന് കരുതിയാൽ മതി. ആൻഡ്രൂസ് പറഞ്ഞപ്പോൾ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെയാണ് സാറയ്ക്ക് തോന്നിയത്. തൻ്റെ ജീവിതം ഇവിടെ വിധിക്കപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തനിക്കെതിരായി നിന്ന എല്ലാവരോടും അവൾക്ക് ഒരുതരം ശത്രുതയും മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. ഒരു കണക്കിന് ആൻഡ്രൂസ് പറയുന്നതിനകത്തും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അച്ചായ, അവൾ ഇനി ഏത് കാലത്ത് പഠിച്ചിട്ടാണ് ഈ കുടുംബം രക്ഷപ്പെടുത്താൻ? മാത്രമല്ല, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ പ്രേമിക്കുവാനും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നോ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്? അങ്ങനെയാകുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു ചിന്തയില്ലെന്നല്ലേ അർത്ഥം? അവൾക്ക് നമ്മളെപ്പറ്റി ചിന്തയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? ഇപ്പോൾ നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത്. ഏത് കാലത്താണ് നമ്മളിനി സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ പോകുന്നത്? ഏതായാലും മുതലാളി നമുക്ക് വീടൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയാൽ നമ്മൾ കുറച്ച് ഗതി പിടിക്കുകയും ചെയ്യും. ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറിക്കോളും. കുറേ കാലം കഴിയുമ്പോൾ അവളും മറന്നോളും, കെട്ടിയവനെ സ്നേഹിച്ച് ജീവിച്ചോളും. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പെൺപിള്ളേരുടെ ജീവിതം? എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെട്ട ജീവിതം മാത്രമാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു സമയം കഴിയുമ്പോൾ ജീവിച്ചു തുടങ്ങുന്ന ജീവിതം അങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് പെൺപിള്ളേരെല്ലാം. ശോശന തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയ നിമിഷം എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഔദക്കുട്ടി. തൻ്റെ മകൾക്ക് ഇങ്ങനെയൊന്നും വന്നത് ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അവൾ വലിയ ജോലിയൊക്കെ വാങ്ങി തന്നെ നോക്കുന്നതൊക്കെയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. പാരൻസ് മീറ്റിങ്ങിനും മറ്റും പോകുമ്പോൾ സ്കൂളിലുള്ളവരും പറഞ്ഞിട്ടുള്ളത് നന്നായി പഠിക്കുന്ന കൊച്ചാണ്, പഠിപ്പിക്കണം എന്നൊക്കെയായിരുന്നു. അതിനിടയിൽ പ്രായത്തിൻ്റെ പക്വത കുറവ് കൊണ്ട് അവൾക്കൊരു പ്രണയമുണ്ടായി എന്നത് സത്യം തന്നെ. പക്ഷെ അതിൻ്റെ പേരിൽ അവളോട് തനിക്ക് ഒരിക്കലും ദേഷ്യം തോന്നുന്നില്ല. അത്രത്തോളം മോഹന വാഗ്ദാനങ്ങൾ അവൻ അവൾക്ക് നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ടാവാം അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോഴും അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അവനും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ രാത്രിയിൽ തന്നെ തനിക്ക് മനസ്സിലായതുമാണ്. എന്നിട്ട് മറിഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അവളെ അകറ്റുക, അതൊരു ദൈവദോഷമായി അയാൾക്ക് തോന്നി. ഭാര്യയും മകനും അവിടെ സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുകയാണ്. സ്വന്തം വീട്, വലിയ കച്ചവടം, അങ്ങനെ അവരുടെ സ്വപ്നങ്ങൾ നീണ്ടുപോകുന്നു. ഇതിനിടയിൽ സ്വന്തം മകളുടെ ഭാവിയെക്കുറിച്ചോ അവളുടെ വേദനയെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ പിതാവിന് എന്തോ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഓമനത്വം നിറഞ്ഞ മുഖവും ചാച്ച എന്ന നിസ്സഹായമായ വിളിയും മാത്രമാണ് അയാളുടെ കൺമുൻപിലുള്ളത്. അതുകൊണ്ട് അയാൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. നിന്റെ ഇഷ്ടം ഞാൻ നടത്തി തരാം, നീ ധൈര്യപൂർവ്വം എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ആദത്തിൻ്റെ കൈകളിലേക്ക് അവളെ കൊടുക്കാൻ തനിക്ക് കഴിയില്ല. നിസ്സഹായനായ ഒരു അച്ഛനാണ് താൻ. അങ്ങനെ താൻ ചെയ്താൽ തനിക്ക് നേരിടേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങളെ ആയിരിക്കും. ആ പ്രശ്നങ്ങളെ നേരിട്ട് ജീവിക്കാനുള്ള കഴിവ് തനിക്കില്ല. പക്ഷെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അവളെ വിട്ടുകൊടുക്കാനും കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഉരുകിപ്പോയിരുന്നു ആ അച്ഛൻ. അകത്തു നിന്നും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു സാറ. തൻ്റെ ജീവിതം ഏകദേശം ഇവിടെ വിധിയായി എന്ന് മനസ്സിലാക്കിയതും അവൾ വേഗം അകത്തേക്ക് നടന്നു. എങ്ങനെയെങ്കിലും ഈ വിവരം ആദമിനെ അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി. തന്നോടൊട്ടും സ്നേഹമില്ലാത്ത ഇവർക്ക് വേണ്ടി ഇനി ജീവിതം പാഴാക്കേണ്ടെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇത്രയും കാലം താനൊരു തീരുമാനമെടുത്താൽ അത് തൻ്റെ കുടുംബത്തെ ബാധിക്കുമോ, അവനോടൊപ്പം ഇറങ്ങിപ്പോയാൽ അത് വീട്ടിലുള്ളവർക്ക് വേദനയാകുമോ എന്നൊക്കെയാണ് താൻ കരുതിയത്. പക്ഷെ തന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ആ വീട്ടുകാരെക്കുറിച്ച് താൻ ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് അവൾ മനസ്സിലാക്കി.
അലക്സാണ്ടർ ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയെങ്കിലും ആദത്തിനെ അറിയിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് മെസ്സേജ് അയക്കാമെന്നാണ് അവൾ കരുതിയത്. മെസ്സേജ് അയക്കുന്ന രീതിയൊക്കെ അവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് അത് എടുത്തിരുന്നില്ല, കാരണം ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടി കൊണ്ട്. അവൻ ചിലപ്പോൾ ഇന്നലെ മുതൽ തന്നെ വിളിച്ചിട്ടുണ്ടാവും. ഇത്രയും സമയം ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം അങ്ങനെ സംസാരിക്കാതിരുന്നിട്ടില്ല. ഇപ്പോഴും നിരന്തരമായി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കാറുള്ളത്. മെസ്സേജ് അയക്കാൻ വേണ്ടി അവൾ വേഗം അകത്തെ മുറിയിലേക്ക് പോയി. അലമാരയുടെ ഉള്ളിൽ മുഴുവൻ തപ്പി. അതിൻ്റെ ഇടയിലാണ് മൊബൈൽ ഫോൺ വച്ചിരിക്കുന്നത്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മുറി അടയ്ക്കാൻ തുടങ്ങിയത് മുൻപിൽ നിൽക്കുന്നുണ്ട് ആൻഡ്രൂസ്. മുറി അടച്ച് നീ എന്തു ചെയ്യാൻ പോവുക? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് ചോദിച്ചതും ഒരു വിറയൽ അവളിൽ വന്നു. വെറുതെ കിടക്കാൻ അവൾ പറഞ്ഞു. അലക്സാണ്ടർ മുതലാളി വന്നത് നീ അറിഞ്ഞില്ലേ? അവൾ തലയാട്ടി. പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? അവൾ അതിനും തലകുലുക്കി. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അവരോട് എതിരിടാനുള്ള ധൈര്യമൊന്നും നമുക്കില്ല. അവരൊന്ന് വിചാരിച്ചാൽ നമ്മുടെ കുടുംബം പോലും ഇല്ലാതെയാക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ വെറുതെ പ്രശ്നത്തിന് നിൽക്കാതെ അവനെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. കല്യാണം നടത്താതിരിക്കാമെങ്കിൽ ഞാൻ മറക്കാം. പതിഞ്ഞതെങ്കിലും ഉറപ്പുള്ള സ്വരത്തിലാണ് അവൾ പറഞ്ഞത്. ആ നിമിഷം എങ്ങനെയെങ്കിലും വിവാഹം തടയുക എന്നത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം. 2 വർഷങ്ങൾ കഴിഞ്ഞാൽ ആദം എന്താണെങ്കിലും തന്നെ കൊണ്ടുപോകാൻ എത്തും. അതുവരെ വിവാഹം തടഞ്ഞു നിൽക്കുക, അതായിരുന്നു അവൾ ഉദ്ദേശിച്ചത്. അത് പറ്റില്ല. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നീ വിവാഹത്തിന് സമ്മതിച്ചാലും വിവാഹം നടന്നാലും മാത്രമേ അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ തരൂവെന്ന്. അതുകൊണ്ട് കല്യാണം നടത്താതെ പറ്റില്ല, ഉറപ്പിച്ച് പറയുന്നത് പോലെ ആൻഡ്രൂസ് പറഞ്ഞു. പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചത് അവളുടെ നെഞ്ചിൻ്റെ ഭാഗത്തെ ഒരു വെട്ടം പോലെ. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. എന്താടിയത്? അവളുടെ നെഞ്ചിലേക്ക് കൈനീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് വെപ്രാളപ്പെട്ടു പോയി. പെട്ടെന്ന് ആരും കാണാതിരിക്കാൻ മൊബൈൽ എടുത്ത് വെച്ചത് നെഞ്ചിനുള്ളിലേക്കായിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവളത് സൂക്ഷിച്ചു കൊണ്ടിരുന്നത്. എന്ത്? അവള് പേടിയോടെ ചോദിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എടുക്കടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ നീ ഇനിയും എൻ്റെ കൈച്ചൂടറിയും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഇനി തനിക്ക് രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നിസ്സഹായതയോടെ ഒരു വിധത്തിൽ അവൾ ഫോൺ നെഞ്ചിൽ നിന്നും എടുത്ത് അവന് നേരെ നീട്ടി. ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത്? അവൻ ഉച്ചത്തിൽ ചോദിച്ചതും പെട്ടെന്ന് തന്നെ പുറത്തു നിൽക്കുന്ന ഔതക്കുട്ടിയും ശോശാമ്മയും അകത്തേക്ക് വന്നു. അവൻ തന്നതാണോ? വിടാൻ ഭാവമില്ലാത്തതുപോലെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. തന്നതാണോടി എന്ന് ചോദിച്ച് അവളുടെ 2 ചുമലിലും പിടിച്ചുലച്ച് അവളെ അല്പം വേദനിപ്പിക്കുന്ന രീതിയിൽ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വീണ്ടും അവൻ ചോദിച്ചു. അവളെ പേടിച്ച് അതേന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു. നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോയതാ? അവനെ വിളിക്കാൻ പോയതാണോ? ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയാൻ വേണ്ടി പോയതാണോ എന്ന് ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നുണ്ടവൻ. അടുത്ത നിമിഷം തന്നെ കരണം പൊട്ടുമാറൊരടിയാണ് അവൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് കിട്ടിയത്. അവൾ കവിളിൽ പൊത്തിപ്പിടിച്ചു. നായിൻ്റെ മോളെ, ഈ കുടുംബത്തെ കൊലയ്ക്ക് കൊടുക്കാനാണോടി നീ തീരുമാനിച്ചിരിക്കുന്നത്? നീ ഇപ്പോൾ അവനോട് എന്തോ ഉണ്ടാക്കാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്? അവളുടെ മുടിയിൽ പിടിച്ച് വീണ്ടും അടിക്കാൻ നോക്കിക്കൊണ്ട് ആൻഡ്രൂസ് ചോദിച്ചതും നിശബ്ദമായി കരയുവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇതൊന്നും കാണാൻ വയ്യ എന്നതുപോലെ ഔതക്കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. കാരണം അയാളുടെ മനസ്സ് അത്രത്തോളം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്തിനാടി നീ അവനെ വിളിക്കാൻ പോയത്? ശോശമ്മയും ദേഷ്യത്തോടെ അവളോട് ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാനാണോ? അവൾ മെല്ലെ തല ചലിപ്പിച്ചു. നീ കേട്ടതല്ലേ അയാൾ വന്നു പറഞ്ഞിട്ട് പോയത്? എല്ലാവരെയും കൊല്ലുമെന്ന്. ഞങ്ങൾ എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്താലും നിനക്ക് നിന്റെ സ്വന്തം ഇഷ്ടം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ശോശാമ്മ ചോദിച്ചു. അമ്മച്ചി അങ്ങോട്ട് ഇറങ്ങി നിൽക്ക്, ആൻഡ്രൂസ് പറഞ്ഞു. എടാ, ഇനി ഉപദ്രവിക്കരുത്, ആൻഡ്രൂസിൻ്റെ മുഖത്തേക്ക് നോക്കി ശോശാമ്മ പറഞ്ഞു. ഇല്ല, ഇറങ്ങ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ശോശാമ്മ ഇറങ്ങി. അവൻ ഉടനെ തന്നെ മുറിയിലേക്ക് കതകടച്ചു. ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുക. ഇനി നീയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിന്നേക്കരുത്. അയാളോട് എല്ലാം പറഞ്ഞ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആരെയും കല്യാണം കഴിക്കാതിരുന്നോളാം. ഞാൻ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരുന്നോളാം. ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഞാൻ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. പക്ഷെ കല്യാണം, അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ദൂരെ എവിടെയെങ്കിലും മാറിപ്പോയി പഠിച്ചോളാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പറ്റില്ല,
അയാൾ പറഞ്ഞത് നീ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നാണ്. അതുകൊണ്ട് നീ സമ്മതിച്ചേ പറ്റൂ. എന്തു വന്നാലും ഞാൻ സമ്മതിക്കില്ല. അവൾ ഉറപ്പിച്ച് പറഞ്ഞതും അവൻ ക്രൂരമായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അതിനുശേഷം അവളുടെ മുടിയിൽ പിടിച്ച് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ കവിളിലും താടിയിലുമായി ഞെക്കിപ്പിടിച്ചു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അവൻ നിന്നെ അത്രയ്ക്കങ്ങ് സുഖിപ്പിച്ചോടി? നിനക്ക് മറക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അറപ്പാണ് ആ നിമിഷം അവൾക്ക് തോന്നിയത്. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ദേഷ്യത്തോട് നോക്കി. ഇതുവരെ കണ്ടതുപോലെയുള്ളൊരു മുഖമല്ല, ക്രൂരത നിറഞ്ഞൊരു മുഖമാണ് ആ നിമിഷം അവനുള്ളത് എന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു. അത്രത്തോളം വല്ലാത്തൊരു ഭാവം. അവൾക്ക് അവനെ കണ്ടിട്ട് പേടി തോന്നി. കല്യാണം നടക്കും, ഞാനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് നടത്താൻ എനിക്കറിയാം. നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം. ഇനിയും നീ വെളിയിലിറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ മുട്ടുകാല് തല്ലി ഒടുക്കി ഞാൻ, പിഴച്ചവളെ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ നിമിഷം പണം ആഗ്രഹിച്ചൊരു അത്യാഗ്രഹി മാത്രമായിരുന്നു അവനെന്ന് അവൾക്കും തോന്നിയിരുന്നു. പണമെന്നൊരു മോഹം മാത്രമാണ് ആ നിമിഷം അവനെ ഭരിച്ചിരുന്നത്. അയാൾ നൽകുന്ന പണം, അതിലൂടെ താൻ ഉണ്ടാക്കാൻ പോകുന്ന നിലയും വിലയും, അതൊക്കെയായിരുന്നു ആ നിമിഷം ആൻഡ്രൂസിൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ. തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടുവെന്നും ഇനി താൻ പ്രതീക്ഷിച്ചാൽ പോലും അത് തിരികെ പിടിക്കാൻ സാധിക്കില്ലെന്നും ആ നിമിഷം സാറ മനസ്സിലാക്കി. ആദം ഇപ്പോൾ അവൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് ദൂരെയാണ്. എങ്ങനെ അവനിലേക്ക് എത്തുമെന്ന് അവൾക്കറിയില്ല. ഹൃദയം വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. ആ നിമിഷം മാത്രം അവൾ മനസ്സിൽ ചിന്തിച്ചു, അവനെ കാണേണ്ടിയിരുന്നില്ല, ഈ വിധം സ്നേഹിക്കേണ്ടിയിരുന്നില്ലെന്ന്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വേദന തനിക്ക് അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇത്രയും വലിയൊരു നീറ്റൽ നേരിടേണ്ടി വരുമായിരുന്നില്ല. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.